വൈശാലി ഭാഗം 35. അങ്ങനെ +2 റിസൾട്ട് കാത്തിരിക്കുന്ന സമയം. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അന്ന് ഉത്സവമായിരുന്നു. ആരുമില്ലായിരുന്നു എന്നെ കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി. തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ അല്പം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലെ പാട്ടൊക്കെ ഉറക്കെ കേൾക്കാം. വീട്ടിലെത്തുമ്പോൾ ഉമ്മറത്തിരുന്ന് അച്ഛനും വേറെ 1-2 പേരും നല്ല രീതിയിൽ മദ്യസേവയിലായിരുന്നു. അറപ്പോടെ മുഖം തിരിച്ച് അകത്തേക്ക് കയറിപ്പോയി. ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് പിന്നെയും പുറത്തേക്ക് ഇറങ്ങാൻ തോന്നിയില്ല. കാരണം അവരൊക്കെ അവിടെ ഇരിക്കുന്നതല്ലേ. അതുകൊണ്ട് മുറിയിൽ തന്നെ കിടന്നു. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം അടുത്ത ആരുടെയോ സാമീപ്യം ഞാൻ അറിഞ്ഞു. ഭയം തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ വല്ലാത്ത നോട്ടത്തോടെ എന്നെ നോക്കി നിൽക്കുന്ന ഒരാൾ. പേടി തോന്നി. ഉറക്കെ കരയണമെന്ന് തോന്നി. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. രക്ഷപ്പെടാനാവില്ലെന്ന് ഉറപ്പായി. എവിടെ നിന്നോ കിട്ടിയ ശക്തിയിൽ അയാളെ തള്ളി മാറ്റി ഓടി മുറിക്ക് പുറത്തേക്കിറങ്ങി അടുക്കളവാതിൽ വഴി പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും അയാൾ എന്നെ തടഞ്ഞു. കുറേ നാളായിട്ട് എന്നെ നോട്ടം ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുവേണ്ടി അയാൾ അച്ഛനെ മനഃപൂർവ്വം മയക്കുമരുന്നും മറ്റുമൊക്കെ കൊടുത്ത് വശത്താക്കിയതാണെന്ന് പറഞ്ഞു. രക്ഷപ്പെടാൻ പ്രത്യേകിച്ച് ഒരു വഴിയും കിട്ടിയില്ല. അടുക്കളയിലാകെ പരതി നോക്കി. കണ്ണിലുടക്കിയത് വാക്കത്തിയായിരുന്നു. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അയാൾ എൻ്റെ ദേഹത്ത് തൊടുന്നതിന് മുൻപേ ഞാൻ അതെടുത്ത് വീശി. പക്ഷേ കൊണ്ടുപോയത് അയാളുടെ കഴുത്തിലായിരുന്നു. അമ്പലത്തിൽ നിന്നുള്ള പാട്ട് ഉറക്കെ കേൾക്കുന്നത് കൊണ്ട് അയാളുടെ ശബ്ദം പോലും പുറത്തേക്ക് കേട്ടില്ല. അന്നേരത്തെ ഒരു മാനസികാവസ്ഥയിൽ അവൻ കിടന്ന് പിടയ്ക്കുന്നത് നോക്കി നിൽക്കാനേ എന്നെക്കൊണ്ടായുള്ളൂ. മരിച്ചു വീഴുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. പിന്നെ കേസായി, അറസ്റ്റായി, മനസ്സാകെ മരവിച്ചു പോയതുപോലെയായി. അതുകൊണ്ട് അതെല്ലാം അറിഞ്ഞത് കൂടിയില്ല. സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തു. പിന്നെ പ്രായം, പെൺകുട്ടിയാണെന്ന പരിഗണന എല്ലാം ചേർന്ന് വന്നപ്പോഴേക്കും ശിക്ഷ 3 വർഷമായിട്ട് കുറഞ്ഞു. 3 വർഷത്തെ ശിക്ഷ. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ എങ്ങോട്ട് പോകൂ എന്ന് പോലും അറിയില്ലായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം മുത്തശ്ശനും മുത്തശ്ശിയും വന്നെന്നെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ പിന്നെ അവരുടെ കൂടെയായി ജീവിതം. ഇവിടെ എന്നെ അറിയുന്ന ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ ജയിലിൽ കിടന്നതോ ഒരാളെ കൊന്നതോ ഒന്നും ആരും അറിഞ്ഞില്ല. ജയിലിൽ വന്ന് തിരികെ വന്നതിന് ശേഷം എല്ലാത്തിനോടും ഒരുതരം മടുപ്പായിരുന്നു. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ലായിരുന്നു. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞ് ഒടുക്കം പ്രിയമുണ്ടായിരുന്ന ഡാൻസ് തുടർന്നു. BA ഭരതനാട്യം ചെയ്തു. പിന്നെ അതിൽ തന്നെ PG ചെയ്തു. പഠിച്ച കോളേജിൽ തന്നെ ജോലിക്കും കയറി. ഒരൊഴുക്കിലെന്ന പോലെ അങ്ങ് ജീവിച്ചു തുടർന്നു. ഒരു കഥ പറയുന്നു എന്നതുപോലെ വൈശാലി അവളുടെ ജീവിതം മുഴുവൻ പറഞ്ഞു തീർത്തു. വിഷ്ണുവിൻ്റെ തോളിലേക്ക് ചാരിയിരുന്ന് ഒരു കഥ കണക്കെ അവൾ അവളുടെ ജീവിതം പറഞ്ഞു തീർത്തു. ദുഃഖങ്ങളുടെ ഒരു പേമാരിയായ ജീവിതം. വിഷ്ണുവിന് അവളെ ഓർത്ത് പാവം തോന്നി. അവളോട് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി അവന്. അവളുടെ മൂർത്താവിൽ അവൻ്റെ ചുണ്ടുകൾ പ്രണയത്തോടെ ഒന്ന് അമർന്നു. വൈശാലി മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. അവൻ്റെ കലങ്ങിയ കണ്ണുകൾ. വൈശാലിക്ക് ഹൃദയത്തിൽ ഒരു നോവ് പോലെ തോന്നി. തൻ്റെ ദുഃഖങ്ങളിൽ തന്നിലും നോവുന്നത് അവനാണ്. കുറച്ചു സമയം 2 പേരും അങ്ങനെയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മൂർധാവിൽ അമരുന്ന അവൻ്റെ ചുംബനത്തിൻ്റെ ചൂടിൽ അങ്ങനെയിരുന്നു. അച്ഛൻ എവിടെയെന്ന് അന്വേഷിച്ചില്ലേ ഇതുവരെ? അല്പസമയത്തിന് ശേഷം അവൻ അവളോട് ചോദിച്ചു. എന്തിന്? മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ ജീവിക്കുമ്പോൾ അല്പം സമാധാനം ഉണ്ടായിരുന്നു. അതിനിടയിൽ അച്ഛൻ്റെ കാര്യം മറന്നുപോയി. അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഉള്ളതും ഇല്ലാത്തതും ജീവിതത്തിൽ ഒരുപോലെയായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ ജയിലിലായിരിക്കുന്ന സമയത്ത് അയാൾ ഏതോ വണ്ടി ഇടിച്ച് മരിച്ചു എന്ന്. വിഷമമൊന്നും തോന്നിയില്ല, സന്തോഷവും ഇല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് അച്ഛൻ എന്നൊരാൾ ജീവിതത്തിൽ ഇല്ല എന്ന് തന്നെയായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. വൈശാലി ഒട്ടും വിഷമമില്ലാതെ തന്നെ പറഞ്ഞു. വിഷ്ണു അതെല്ലാം കേട്ടിരുന്നു. വല്ലപ്പോഴും മാത്രമാണ് വൈശാലി ഒത്തിരി ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിഷ്ണു മൂകനാവും. അല്ല, ഇതിനിടയിൽ തനിക്കെങ്ങനെയാണ് ചെറിയച്ഛനെ അറിയാവുന്നത്? അല്പസമയം നിശബ്ദമായി കടന്നുപോയപ്പോഴാണ് വീണ്ടും വിഷ്ണുവിൻ്റെ ചോദ്യം വരുന്നത്. അപ്പോഴാണ് അങ്ങനെയൊരു കാര്യം അവളും ഓർത്തത്. അയാൾ അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു. അന്ന് വീട്ടിൽ നടന്ന മദ്യസേവയിലുണ്ടായിരുന്ന ഒരാൾ ഇയാളായിരുന്നു. എവിടെയോ കണ്ടുമറന്ന മുഖമായിരുന്നു. ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് അയാളുടെ മുഖം എനിക്ക് ഓർമ്മയിലേക്ക് വന്നില്ല. എങ്കിലും അത്ര പെട്ടെന്ന് മറന്നു കളയാൻ പറ്റുന്ന മുഖങ്ങളല്ലല്ലോ. അത് നിൻ്റെ ചെറിയച്ഛനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴും നിനക്കൊരു ചെറിയച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞതല്ലാതെ ഫോട്ടോയൊന്നും കാണിച്ചു തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ആളിതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ചെറിയച്ഛൻ എന്ത് പറഞ്ഞു എന്നിട്ട്? എന്ത് പറയാൻ? ഒന്നും പറഞ്ഞില്ല. പോയിട്ടുണ്ട്. വിഷ്ണു അവളെ നോക്കാതെ പറഞ്ഞു. താഴെ ചെറിയച്ഛനുമായി ഉണ്ടായ സംസാരങ്ങളൊന്നും അവന് വൈശാലിയോട് പറയാൻ തോന്നിയില്ല. ചെറിയച്ഛൻ ഇനി ഇത് നിൻ്റെ വീട്ടുകാരോട് എല്ലാവരോടും പറയും. എല്ലാവരും അറിയും, കുറ്റപ്പെടുത്തും. അല്ലേ വിഷ്ണു? അവളപ്പോഴും പാതിബോധത്തിലാണ് എന്നതുപോലെ വിഷ്ണുവിനോട് പറഞ്ഞു. അറിയുന്നവരൊക്കെ അറിയട്ടെ, പറയുന്നവരൊക്കെ പറഞ്ഞു നടക്കട്ടെ. സത്യം എന്താണെന്നുള്ളത് എനിക്കും അറിയാം, നിനക്കും അറിയാം. അങ്ങനെയുള്ളപ്പോൾ അവരെന്ത് പറയുമെന്നൊക്കെ ആലോചിച്ച് വെറുതെ സമയം കളയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വൈശാലി. വിഷ്ണു അവളുടെ അത്തരത്തിലുള്ള ചിന്തകളെല്ലാം മായ്ച്ചു കളയാൻ ശ്രമിച്ചു. നിനക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നില്ലേ? വൈശാലി വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതിന് വിഷ്ണു അവളെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി. ഇത്ര നേരം ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടും നിനക്കെൻ്റെ മനസ്സ് മനസ്സിലായില്ലേ വൈശാലി? അവൻ്റെ ദേഷ്യത്തോടെയുള്ള സംസാരത്തിന് വൈശാലി ചിരിച്ചു. 2 പേരും ഒത്തിരി സമയം ടെറസിൽ ചെലവഴിച്ചു. പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്തു. വൈശാലിയുടെ ഉള്ളിലുള്ള നോവുകളെല്ലാം അവൾ അവനിലേക്ക് ഇറക്കി വെച്ചു. ഇനിയൊരിക്കലും അങ്ങനെയൊരു ദുഃഖമുണ്ടാകില്ല എന്നൊരു ഉറപ്പ് മാത്രമായിരുന്നു വിഷ്ണുവിന് അവൾക്ക് വേണ്ടി നൽകാനുണ്ടായിരുന്നത്. ഒരു വേള വിഷ്ണുവിന് വൈശാലിയുടെ പഴയ സ്വഭാവമെല്ലാം ഓർമ്മ വന്നു പോയി.
ഇത്തരത്തിലൊരു സംഭവത്തിലൂടെ കടന്നുപോയ ഒരാളുടെ മാനസികാവസ്ഥ അവർക്ക് മാത്രമേ മനസ്സിലാകൂ. അങ്ങനെയുള്ളപ്പോൾ വൈശാലി അത്രയും ഗൗരവത്തോടെയും ദേഷ്യത്തോടെയും ഒക്കെ പെരുമാറിയത് നിസ്സാരമാണ്. അത്രയും വലിയൊരു കാര്യം അവളുടെ ജീവിതത്തിൽ നടന്നിട്ടും ഇപ്പോഴും അവൾ ജീവിതത്തിൽ വിജയിച്ചു തന്നെയാണ് നിൽക്കുന്നതെന്നോർത്തപ്പോൾ വിഷ്ണുവിന് അവളെക്കുറിച്ചോർത്ത് അഭിമാനമാണ് തോന്നിയത്. അങ്ങനെയൊരു സംഭവത്തിൽ ഏതൊരാളും ചെയ്യുന്നതേ അവളും ചെയ്തിട്ടുള്ളൂ. ഇനി ആരൊക്കെ തെറ്റുകാരിയാണെന്ന് പറഞ്ഞാലും വിഷ്ണുവിൻ്റെ മുൻപിൽ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ വർഷം ഇത്ര കഴിഞ്ഞിട്ടും അവൻ്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയം യാതൊരു കളങ്കവും സംഭവിക്കാതെ അത്രയും വീര്യത്തോടെ ഉയർന്നു നിൽക്കുന്നത്. നമുക്ക് അകത്തേക്ക് പോകാം, മഞ്ഞാവുന്നുണ്ട്, വെറുതെ തണുപ്പ് കൊണ്ട് പനി വരുത്തണ്ട. കുറേ സമയം കടന്നുപോയതും വിഷ്ണു വൈശാലിയെ തട്ടി വിളിച്ചു. അവൻ്റെ തോളിൽ തലവെച്ച് കിടക്കുകയാണവൾ. പക്ഷേ ഉറങ്ങിപ്പോയിട്ടൊന്നുമില്ല, എന്തൊക്കെയോ കാര്യമായ ആലോചനകളിലാണ്. വിഷ്ണു വിളിച്ചതും വൈശാലി എഴുന്നേറ്റു. മുറിയിലേക്ക് പോയി രണ്ടുപേരും കിടന്നു. വൈശാലിക്ക് എന്തുകൊണ്ടോ ഉറക്കം വരുന്നുണ്ടായില്ല. മനസ്സാകെ വല്ലാത്തൊരു പിരിമുറുക്കം അനുഭവപ്പെടുന്നു. ഇതുവരെ ഇല്ലാത്ത പലതരം ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഇത്ര നാളും മറവിയുടെ ഒരു മൂലയിലേക്ക് തള്ളിയിട്ട ഓർമ്മകളെല്ലാം മനസ്സിലേക്ക് ഒറ്റയടിക്ക് ഇടിച്ചു കുത്തി വരുന്നത് പോലെ. വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചാണ് വൈശാലി കിടക്കുന്നത്. അവളൊന്ന് അനങ്ങിയാൽ പോലും വിഷ്ണു അറിയും. വിഷ്ണുവിൻ്റെ കൈകൾ വൈശാലിയുടെ തലയിലൂടെ തലോടി കടന്നു പോകുന്നുണ്ട്. രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. ഉറക്കം വരുന്നില്ലേ നിനക്ക്? കുറച്ചു സമയമായിട്ടും വൈശാലി ഉറങ്ങിയിട്ടില്ലെന്ന് കണ്ടതും വിഷ്ണു ചോദിച്ചു. ഉറക്കം വരുന്നില്ല വിഷ്ണു, വൈശാലി ദയനീയമായിട്ട് അവനോട് പറഞ്ഞു. എന്തു പറ്റി? എനിക്കറിയില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. മനസ്സാകെ വല്ലാത്തൊരവസ്ഥ പോലെ. ഓർമ്മയിലേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ മിന്നി മറയും പോലെ തോന്നുന്നു. അവളുടെ ദയനീയത നിറഞ്ഞ ശബ്ദം കേട്ടതും വിഷ്ണുവിന് പാവം തോന്നി. സാരമില്ല, ഒന്നും ആലോചിക്കണ്ട, കണ്ണടച്ച് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് കിടന്നുറങ്ങിക്കോ. വിഷ്ണു അവളുടെ തലയിലൂടെ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവളുടെ താളത്തിലുള്ള ശ്വാസഗതിയിൽ നിന്നും അവൾ ഉറങ്ങിയെന്നവന് മനസ്സിലായി. പക്ഷേ അവൾ ഉറങ്ങിയിട്ടും അവൻ ഉറങ്ങാനാവുന്നില്ലായിരുന്നു. മനസ്സിൽ അവളുടെ കാര്യങ്ങളെല്ലാം തികട്ടി വരുന്നു. അവളുടെ വേദന, ദുഃഖങ്ങൾ, അങ്ങനെ എല്ലാം. ഇതെല്ലാം ആരോടും പറയാതെ അവൾ ഒറ്റയ്ക്ക് അനുഭവിച്ച് തീർത്തു തോർത്തപ്പോൾ അവന് ഹൃദയത്തിൽ ഒരു കല്ലെടുത്തു വെച്ച പോലെ ഭാരം തോന്നി. അവളെ നോക്കിക്കിടന്ന് എപ്പോഴോ അവനും നിദ്രയിലേക്ക് ആണ്ടുപോയി. രാവിലെ പതിവ് പോലെ വൈശാലിയാണ് ആദ്യം ഉണർന്നത്. വൈകി കിടന്നതുകൊണ്ടാണോ എന്നറിയില്ല, അവളുടെ കൺതടം ആകെ വീർത്തിരുന്നു. ശരിക്ക് കണ്ണു തുറക്കാൻ പറ്റാത്തതുപോലെ. വിഷ്ണുവിനെ നോക്കിയപ്പോൾ അവൻ നല്ല ഉറക്കമാണ്. സമയം ഏകദേശം 6 മണിയാകുന്നതേയുള്ളൂ. അവൻ കിടക്കട്ടെ എന്ന് കരുതി വൈശാലി എഴുന്നേറ്റു. കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്ന് അവൻ്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവൾ താഴേക്കിറങ്ങി വരുമ്പോൾ ഇത്ര നേരം ഇല്ലാതിരുന്നൊരു ഭയം അവളിൽ കുമിഞ്ഞുകൂടി. മുത്തശ്ശിയെ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന ഭയം. ഇന്നലെ രാത്രി ആ സംഭവത്തിന് ശേഷം മുത്തശ്ശിയെ താൻ കണ്ടിട്ടില്ല. മുത്തശ്ശി ഇനി എന്തെങ്കിലും പറയുമോ, തന്നെ വെറുക്കുമോ എന്നൊക്കെയുള്ള ചിന്ത അവളിൽ നിറഞ്ഞു നിന്നു. അതേ ഭയത്തോടെയാണ് അവൾ താഴേക്കിറങ്ങിയത്. പതിവ് പോലെ അടുക്കളയിൽ നിന്നും എന്തൊക്കെയോ തട്ടലും മുട്ടലും കേൾക്കുന്നുണ്ട്. എന്തൊക്കെയായാലും മുത്തശ്ശി തന്നെ അങ്ങനെയൊന്നും പറയില്ല എന്ന് മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു അവൾക്ക്. എങ്കിലും മുത്തശ്ശിക്കിനി തന്നെക്കുറിച്ചൊന്നും അറിയാതെ ഇന്നലെ വിഷ്ണുവിൻ്റെ ചെറിയച്ഛൻ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞതെങ്കിൽ അങ്ങനെയുള്ള കാര്യം അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഓരോന്നാലോചിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. ഇന്നലെ രാത്രി മുത്തശ്ശിയോടൊന്നും ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഇല്ല. സാധാരണ രാത്രി മുത്തശ്ശിക്ക് മരുന്നൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം മുത്തശ്ശി കിടന്നതിന് ശേഷമാണ് താൻ മുറിയിലേക്ക് പോവുക. എന്നാൽ ഇന്നലെ തൻ്റെ മനസ്സാകെ ശരിയല്ലാതെ ഇരുന്നത് കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ മുത്തശ്ശി അവിടെ ചപ്പാത്തിക്കോ മറ്റോ ഉള്ള മാവ് കുഴയ്ക്കുന്ന തിരക്കിലാണ്. ഇതെല്ലാം എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും പറ്റുന്ന ജോലികളൊക്കെ എപ്പോഴും മുത്തശ്ശിക്ക് തനിയെ തന്നെ ചെയ്യണം. മുത്തശ്ശി അവൾക്കെതിരായി തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശിക്ക് അവളെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശി, വൈശാലി അല്പം പതുങ്ങിയ ശബ്ദത്തിൽ വിളിച്ചു. എന്തോ മാരകമായ തെറ്റ് ചെയ്തതുപോലെ അവളുടെ തല കുനിഞ്ഞുപോയി. മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കാൻ കുറ്റബോധം കാരണമോ മറ്റോ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ വിളിച്ചപ്പോൾ മാത്രമാണ് അവൾ വന്നത് മുത്തശ്ശി കാണുന്നത്. പക്ഷേ മുത്തശ്ശി നോക്കുമ്പോൾ അവൾ മുത്തശ്ശിയെ നോക്കാതെ തല കുനിച്ച് നിൽപ്പാണ്. വൈശാലി, മുത്തശ്ശി അല്പം ഗൗരവത്തിൽ തന്നെയാണ് അവളെ വിളിച്ചത്. അവൾ അത് കേട്ടതും മുഖമുയർത്തി നോക്കി. എന്താ വിളിച്ചത്? മുഖത്ത് തീർത്തും ഗൗരവം വരുത്തിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചു. മുത്തശ്ശി, അത് പിന്നെ എനിക്ക്... അവൾ നിന്ന് വിക്കി. എന്തൊക്കെയോ അവൾക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും കഴിയാത്തതുപോലെ തോന്നി അവൾക്ക്. മുത്തശ്ശി അങ്ങനെ ഗൗരവത്തിലൊന്നും തന്നോട് സംസാരിക്കാറില്ല. അതുകൂടിയായതും വൈശാലിക്കാകെ വല്ലായ്മ തോന്നി. ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ വൈശാലിക്ക്? എന്താ വിളിച്ചതെന്ന്? മുത്തശ്ശി അവളൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും വീണ്ടും ചോദിച്ചു. മുത്തശ്ശി, എന്നോട് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? വൈശാലി പറഞ്ഞു തീർക്കും മുന്നേ അത് കേൾക്കാൻ താല്പര്യമില്ലെന്ന മട്ടിൽ മുത്തശ്ശി അവളെ തടഞ്ഞുകൊണ്ട് തിരികെ പറഞ്ഞു. മുത്തശ്ശി അങ്ങനെ പറഞ്ഞതും ശരിക്കു പറഞ്ഞാൽ മുഖത്ത് അടിയേറ്റതുപോലെ ആയിപ്പോയി വൈശാലിക്ക്. മുത്തശ്ശി ദേഷ്യപ്പെടുമെന്ന് കരുതി. ചിലപ്പോൾ ദേഷ്യത്തോടെ എന്തെങ്കിലും തന്നെ പറയുമെന്നും. പക്ഷേ അവഗണന, അതുമാത്രം അവൾക്ക് അന്നേരം താങ്ങാനാവുന്നുണ്ടായിരുന്നില്ല. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.